ഒരു 8:30 ഇറങ്ങിയെങ്കിലും പിറ്റേന്ന് രാവിലെ 7 മണിക്ക് എണിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് ഇന്ന് ഓഫീസിൽ പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ കൊണ്ട് പല്ല് വെച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഇതങ്ങ് വൃത്തിക്ക് തേക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് 2 തേപ്പുകൾ ഞാൻ നടത്തേണ്ടി വന്നു. ഫസ്റ്റ് തേപ്പിൽ തന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക പണി അങ്ങോട്ട് പാളിയിരിക്കുന്നു. ഫുള്ള് അങ്ങോട്ട് തേച്ച് ഒരു സൈഡ് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു സൈഡിലെ കൈയുടെ താഴെ നല്ല വട്ടത്ത് കീറിയിരിപ്പുണ്ടെന്ന്. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരുവാണ്. ഇങ്ങനെ കീറിയ ഒരു സാധനം ഞാൻ എത്ര ഞാൻ തേച്ചിട്ടാണെന്നറിയോ കണ്ടു. എന്തെങ്കിലും ആവട്ടെ പോട്ട പുല്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പരിപാടിക്ക് പോയി. നേരെ പോയിട്ട് ഞാൻ മുടി വീണ്ടും വലിച്ചു വാരി കെട്ടി മുഖമൊക്കെ കഴുകി. മുഖം ഞാൻ കഴുകുന്നത് സിമ്മിളുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പതിയൊക്കെ വരും. പക്ഷേ അത് ഡ്രൈ ഒന്നും ആക്കില്ല നമ്മുടെ സ്കിൻ. അങ്ങനെ അതിനുശേഷം ഞാൻ നേരെ എൻ്റെ തലേന്ന് ചോറ് കൊണ്ടായ പാത്രം കൊണ്ട് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ കൊണ്ട് വെച്ചുള്ള മമ്മിയാണ് കഴുകിയത്. പിന്നെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഫുൾ മമ്മിയായിട്ട് തല്ലുണ്ടാക്കലായിരുന്നു. ബ്രെഡും പുഴുങ്ങി ഏത്തപ്പോഴായിരുന്നു കഴിക്കാൻ. പക്ഷെ ഞാൻ തിരിഞ്ഞിരിക്കുന്നു, മമ്മിയായിട്ട് തല്ലുണ്ടാക്കുന്നു, വീണ്ടും തിരിയുന്നു, തല്ലുണ്ടാക്കുന്നു. അവസാനം ക്ഷീണിച്ചതിന് ശേഷമാണ് ഞാനിത് തട്ടിയത്. എന്തായാലും അത് കഴിച്ചതിന് ശേഷം ഞാൻ കൊണ്ട് പാത്രമൊക്കെ നല്ല മിടുക്കി കൂട്ടിയിട്ട് കഴുകി വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ തല്ലുണ്ടാക്കിയതിന്റെ ബാക്കി പിന്നെ അവിടെ തല്ലുണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ അടുത്ത തേപ്പിനായിട്ട് പോയി. എന്തായാലും ഒരു ഡ്രസ്സ് ഇട്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് വെച്ച് തേക്കാന്ന് വെച്ചാൽ അടുത്ത ഡ്രസ്സ് എടുത്ത് വെച്ച് തേക്കുന്ന ഒരു രംഗമാണ് നിങ്ങളെ കാണുന്നത്. ഇതൊക്കെ തേച്ച് പറക്കി വന്നപ്പോഴത്തേക്കും നല്ല സമയം പോയി. പിന്നെ ഞാൻ വിചാരിച്ചു വേഗം പോവാം, ഇനിയിപ്പോൾ മേക്കപ്പ് വീഡിയോ എടുക്കാനൊന്നും സമയമില്ല. അപ്പം മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ വേണ്ടി ഇറങ്ങാൻ റെഡിയാവുന്ന ഒരു രംഗമാണ് കാണുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.